ഒരു കൊടിച്ചിപ്പട്ടിയെ അൾസേഷനാക്കിയ കഥ പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് നാമജപത്തേക്കാൾ പ്രധാനം ആഹാരമാണ്. ക്രൂരനായ വാൽമീകി എന്ന് പറയുമ്പോൾ രത്നാകരൻ എന്ന വാൽമീകി എന്ന് പറയുമ്പോൾ കാട്ടാളനായ വാൽമീകി, മനുഷ്യനെ കൊന്നിട്ട് പിടിച്ചു പറിച്ചിട്ട് അവരെ സ്വത്തുക്കളെല്ലാം എടുത്തിട്ട് കൊല്ലുന്ന വാൽമീകി മഹാതാമസനാണ്. ആ താമസൻ തന്നെയാണ് രാമായണം എഴുതിയ വാൽമീകിയായി മാറിയത്. എങ്ങനെയാണ് നമ്മൾ ഗുണത്തെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്? ഗുണത്തെ ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ ഭക്തി കൊണ്ട് നമുക്ക് ഗുണം ചേഞ്ച് ചെയ്യാം, യോഗ കൊണ്ട് ഗുണം ചേഞ്ച് ചെയ്യാം, ആഹാരം കൊണ്ട് ഗുണം ചേഞ്ച് ചെയ്യാം. ഒരേ അമ്മയിലും ഉണ്ടായി ഒരേ ക്ലീവേജ്, അതിൻ്റെ ഒരേപോലെ ബീജസങ്കലനം നടന്ന് അതിന് പിന്നെ ക്ലീവേജ് ഉണ്ടായി, മോർലേഷൻ ഉണ്ടായി. അതൊക്കെ ആ പറയുന്ന പ്രോസസ്സ് എല്ലാം കഴിഞ്ഞാലും അത് ക്ലീവേജിൽ രണ്ടായിട്ട് മാറി, അതിലൊന്ന് ഒരു കുട്ടിയായിട്ടും മറ്റൊരു കുട്ടിയായിട്ടും മാറി അവർ വളർന്ന് രണ്ട് ഇരട്ടകളായിട്ട് വരുമ്പോൾ, അതായത് ഐഡന്റിക്കൽ ട്വിൻസ് ആയിട്ട് വരുമ്പോഴും അവർ രണ്ട് ഒരുത്തൻ കൊള്ളക്കാരനും മറ്റവൻ ശാന്ത സ്വഭാവിയായ ഒരു സന്യാസിയും ആയത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ചോദിക്കുന്നില്ല. പക്ഷെ ഇവിടെ ചോദിക്കുന്നു ദൈവത്തിന്റെ കാര്യം വരുമ്പോൾ. അതെ, കാരണം രണ്ടുപേരിലും ഗുണം ആവേശിച്ചിരിക്കുന്നത് വിഭിന്നമാണ്. ഇവര് പ്രത്യേകമാകാൻ കാരണം ഗുണമാവേശമാണ്. ഗുണമാണ് കർമ്മത്തെ നിയന്ത്രിക്കുന്ന ഗുണമാണ്. നമ്മുടെ എല്ലാം കർമ്മത്തെ നിയന്ത്രിക്കുന്ന, എല്ലാവരുടെയും കർമ്മത്തെ നിയന്ത്രിക്കുന്ന ഗുണമാണ്. ഈ ഗുണങ്ങളുടെ വ്യത്യാസമാണോ നമ്മളെ ഇങ്ങനെ ആക്കി തരുന്നത്? അപ്പൊ ഞാനൊരു ക്രൂരനായ വാൽമീകി എന്ന് പറയുമ്പോൾ രത്നാകരൻ എന്ന വാൽമീകി എന്ന് പറയുമ്പോൾ കാട്ടാളനായ വാൽമീകി, മനുഷ്യനെ കൊന്നിട്ട് പിടിച്ചു പറിച്ചിട്ട് അവരെ സ്വത്തുക്കളെല്ലാം എടുത്തിട്ട് കൊല്ലുന്ന വാൽമീകി മഹാതാമസനാണ്. ആ താമസൻ തന്നെയാണ് രാമായണം എഴുതിയ വാൽമീകിയായി മാറിയത്. ഗുണം ആവേശിക്കുക മാത്രമല്ല, ഗുണം ചേഞ്ച് ചെയ്യുകയും ചെയ്യും. ഗുണത്തെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് നമ്മൾ സന്യാസങ്ങളിലെ അല്ലെങ്കിൽ യോഗയിലെ അല്ലെങ്കിൽ ഭക്തിയിലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, നമ്മളുടെ ഗുണങ്ങളെ വ്യത്യാസപ്പെടുത്താൻ വേണ്ടിയാണ്. എങ്ങനെയാണ് നമ്മൾ ഗുണത്തെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്? ഗുണത്തെ ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ ഭക്തി കൊണ്ട് നമുക്ക് ഗുണം ചേഞ്ച് ചെയ്യാം, യോഗ കൊണ്ട് ഗുണം ചേഞ്ച് ചെയ്യാം, ആഹാരം കൊണ്ട് ഗുണം ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഞാൻ പരീക്ഷിച്ച ഒരു കഥ പറയാം. ഞാൻ പാലക്കാട് ജോലിയായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു സ്വാമി പട്ടർക്കൊരു പട്ടിയുണ്ട്. അപ്പം ഞാനും പട്ടരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പട്ടി അദ്ദേഹത്തിനടുക്ക വന്നിട്ട് വലിയ സ്നേഹമാണ്. ഇദ്ദേഹം ഒരു ശാസ്താക്ഷേത്രത്തിലെ പൂജാരിയാണ്. ഞാൻ പറഞ്ഞു, ഈ കൊടിച്ചിപ്പട്ടി എവിടെ നിന്ന് കിട്ടിയെന്നാണ് ചോദിച്ചത്. എന്നോട് ചോദിച്ചു കൊടിച്ചിപ്പട്ടി. ഞാൻ പറഞ്ഞു, ഇത് പിന്നെ ആരാ? ഇത് കൊടിച്ചിപ്പട്ടിയല്ല, അൾസേഷനാണ്. ഞാൻ പറഞ്ഞു, ഏത് നാട്ടിലെ അൾസേഷൻ? ഇത് കന്യാകുമാരിയിൽ നിന്ന് എൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അൾസേഷനാണിത്. അതെങ്ങനെ എഴുതി വെച്ചാൽ പോലും ആരും വിശ്വസിക്കത്തില്ലല്ലോ സ്വാമി എന്ന് ഞാൻ പറഞ്ഞു. അത് ഇവിടുത്തെ ഇങ്ങനായി. അപ്പോഴെനിക്ക് തോന്നി, അപ്പോൾ ആഹാരശുദ്ധം. അതിന് മുമ്പ് ഞാൻ ചാന്തോഗ്യോപനിഷത്ത് വായിച്ചപ്പോൾ സനൽകുമാര ഋഷി നാരദർക്ക് ഉപദേശിക്കുന്നുണ്ട്, എന്താണ് നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ജീവിതത്തിലെ ചര്യ ഏതാണ്, ഉയരത്തിലേക്ക് വരാൻ ചര്യ ഏതാണെന്ന് സനൽകുമാര ഋഷി നാരദന് ഉപദേശിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ആഹാരശുദ്ധോ സത്വശുദ്ധി, സത്വശുദ്ധോ ധ്രുവാ സ്മൃതി, സ്മൃതിലബ്ധേ സർവഗ്രന്ഥീനാം വിപ്രമോക്ഷതസ്തസ്മൈ കഷായമൃത. ആഹാരശുദ്ധവും സത്വശുദ്ധി. ആഹാരശുദ്ധമാകുമ്പോൾ സ്വത്വം നമ്മുടെ ആ അന്തരാത്മാവ് ശുദ്ധമാകും. അന്തരാത്മാവ് ശുദ്ധമായാൽ സ്വത്വശുദ്ധോ ധ്രുവാ സ്മൃതി. അപ്പോൾ സ്മൃതിയെ ഉണ്ടാകും, ഞാൻ എത്ര ജന്മം കഴിഞ്ഞു, ഞാൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അല്ലേ ഞാനുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ എന്താണുള്ളത്, അവരാരാണ് എന്നുള്ള സ്മൃതി ഉണ്ടാകുന്ന ആ സമയത്താണ്. സ്മൃതി ലബ്ധേ, അത് കിട്ടിക്കഴിഞ്ഞാൽ, സ്മൃതി ഉണ്ടായിക്കഴിഞ്ഞാൽ, സർവഗ്രന്ഥീനാം, ഈ ഗ്രന്ഥിയാണ് നമ്മളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഞാനും എൻ്റെ വീടുമായിട്ടും അല്ലെ എൻ്റെ സമൂഹവുമായിട്ടും അല്ലെ എൻ്റെ ചുറ്റുമുള്ളവരുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന വസ്തു ഗ്രന്ഥിയാണ്.
ആ ഗ്രന്ഥികളെല്ലാം പൊട്ടിമാറിപ്പോവും. സർവഗ്രന്ഥീനാം വിപ്രമോക്ഷത തസ്മൈ കഷായ. കഷായം എന്ന് വെച്ചാൽ മുക്തി എന്ന അർത്ഥം. കഷായമൃത. അപ്പം ഇതെനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ പട്ടിയിലൊന്ന് ഇവൻ വലിയ അൾസേഷനാണ്, ഇവൻ പട്ടരുടെ ചോര നിന്നാണ് ഇവൻ ഇങ്ങനായത്. അപ്പോൾ അന്ന് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുന്നത് ബിരിയാണിയാണ്. അപ്പോൾ ഞാൻ ബിരിയാണി എല്ലാം കഴിച്ച ശേഷം ബിരിയാണിയുടെ വേസ്റ്റും അഡീഷണലായിട്ടൊരു ശകലം ഇറച്ചിയൊക്കെ, വേസ്റ്റ് മാത്രമല്ലാതെ കുറേ ഇറച്ചിയൊക്കെ ഇവനെ ഒരു പ്രാവശ്യം കിട്ടിയപ്പോൾ കൊടുക്കാം. അപ്പം ഞാൻ എപ്പോൾ ഉച്ചയ്ക്ക് പോയിട്ട് വന്നാലും ഈ പട്ടി എൻ്റെ അടുക്ക വരും. എൻ്റെ അടുക്ക വന്ന് ഒരു മാസം 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്കിവനെ അടുപ്പിക്കാൻ വയ്യാത്ത രൂപത്തിലായി. ഇവൻ്റെ നിറം മാറി, ഇവൻ്റെ രൂപം മാറി, മുഖത്തിൻ്റെ നീളം മാറി. ഞാനതിന് 100% സത്യം പറയുകയാണ്. മുഖത്തിൻ്റെ നീളം മാറി. പട്ടരെ കണ്ടപ്പോൾ സിംഹം കുരയ്ക്കല്ല, സിംഹം അലറുന്ന പോലെ കുരയ്ക്കാൻ, മറ്റേ കുടിച്ചുപട്ടി പോലെ കുരച്ചുകൊണ്ടിരുന്നതാ, കുരയ്ക്കാൻ തുടങ്ങി. പട്ടർ എന്നോട് വന്ന് ചോദിച്ചു, സാറേ എന്താ ഇവൻ, എന്തോ പറ്റി ഇവന് മാറി? ഞാൻ പറയാം, എന്തോ പറ്റി? ഇവന് ആകെ മാറിയിരിക്കുന്നത്. ഞാൻ പറയാം, ഞാൻ ശ്രദ്ധിച്ചു, എന്താ പറ്റിയിട്ടാ? എനിക്കും ഒരു അബദ്ധം പറ്റി. എനിക്ക് ഇവൻ ഈ ഇറച്ചി നിർത്താൻ വയ്യാതായി. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നില്ലേ? എനിക്ക് ഈ ഇറച്ചി നിർത്താൻ വയ്യാതായി. കാരണം ഇവൻ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഇറച്ചി ഇല്ലെങ്കിൽ ഇവൻ്റെ ആ ഗൗരവം നമുക്ക് അതിനെ തടഞ്ഞു നിർത്താനാവില്ല. കാരണം ഒരു അസാധാരണമായ ഏതോ അൾസേഷൻ വർഗത്തിൽപ്പെട്ട ഒരു സാധനമാണ് ഇവൻ്റെ ഈ ഒരു ഗൗരവം. ഇവൻ്റെ ഇറച്ചി കിട്ടിയില്ലെങ്കിൽ, അപ്പം ഞാൻ കഴിച്ചില്ലെങ്കിൽ ഇവന് മേടിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ പട്ടരുടെ ഗ്രാമമായതുകൊണ്ട് നമുക്ക് രഹസ്യമായിട്ട് ഇവന് കൊടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ പറഞ്ഞിരിക്കുന്ന ഉപനിഷത്ത് തത്വങ്ങളെല്ലാം ശരിയാണ്. ഉപനിഷത്ത് തത്വങ്ങളെല്ലാം ശരിയാണ്. ആഹാരം നമ്മളുടെ മാനസികവും ശാരീരികവും കായികവുമായ എല്ലാ പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്ന ആഹാരമാണ്. അതിൻ്റെ ശുദ്ധി അശുദ്ധി അനുസരിച്ച് നമ്മൾ ഒന്നിൽ താമസ രൂപിയാകും, അല്ലെങ്കിൽ രാജസ്വരൂപിയാകും, അല്ലെങ്കിൽ സാത്വിക രൂപിയാകും. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ കുറേയൊക്കെ മനസ്സിലായല്ലോ. ഒരു കൊടിച്ചിപ്പട്ടിയെ അൾസേഷനാക്കിയ കഥ പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് നാമജപത്തേക്കാൾ പ്രധാനം ആഹാരമാണ്. ഇത് പ്രത്യേകം ബൃഹദാരണ്യ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നാരാ പറഞ്ഞതെന്ന് പറഞ്ഞല്ലോ. നാരദി യാജ്ഞവൽക്കല്ല, ഞാൻ പറഞ്ഞു, സനൽകുമാര നാരദ സംവാദത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. സനൽകുമാരൻ്റെ ശിഷ്യനാണ്. സനൽകുമാരൻ എന്ന് പറഞ്ഞാൽ അറിയാം, സുബ്രഹ്മണ്യനാണ്. സനൽകുമാരൻ്റെ അടുത്ത അദ്ദേഹം അവതരിച്ചിരിക്കുന്നതാണ് സുബ്രഹ്മണ്യനായിട്ട്. സനൽകുമാരൻ അവതരിച്ചിരിക്കുന്നതാണ് സുബ്രഹ്മണ്യനായിട്ട്. ആ സനൽകുമാരൻ എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ 2 പുത്രന്മാരിൽ ഒരാളാണ്. അപ്പോൾ ഈ സനൽകുമാരൻ പറഞ്ഞ ഈ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ ഈ ഒരു വസ്തുത, ഒരു E=mc² പറയുന്നതിനേക്കാൾ 1000 ഇരട്ടി സത്യമുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ആഹാരമാണ് ഏറ്റവും പ്രധാനം. ആഹാരം വളരെ പ്രധാനമാണ്. ആഹാരം ശുദ്ധമായില്ലെങ്കിൽ ഒന്നും ശുദ്ധമാക്കിയിട്ട് ഒരു കാര്യവുമില്ല. ഇപ്പം ഈ ആഹാരം ഏതാണ് ആഹാരം? ആഹാരം എന്ന് വെച്ചാൽ നമ്മൾ ആഹരിക്കുന്നത്. നമ്മൾ ഏതൊക്കെ, ഇപ്പോൾ ഈ ഒരാഹാരത്തിൻ്റെ കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ. വായിൽ കൂടെയുള്ള ആഹാരം, വായിൽ കൂടെ മാത്രമല്ല നമ്മൾ ആഹരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ണിൽ കൂടെ ആഹരിക്കുന്നില്ലേ? കണ്ണിൽ കൂടെ പലതും ചെല്ലുന്നില്ലേ? നമ്മളിപ്പോൾ ഇതെല്ലാം വലിയ സന്യാസിയായിട്ടൊക്കെ ഇരിക്കുക. ഇപ്പോൾ വിശ്വാമിത്രൻ വലിയ സന്യാസിയായിട്ട് വലിയ എവിടെ സ്വർഗം കീഴടക്കാനായിട്ടൊക്കെ ഇരിക്കുക. പക്ഷേ ഒരു മേനക വന്ന് ഡാൻസ് മറ്റേ നൃത്തം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്യാസം നഷ്ടപ്പെട്ടില്ലേ അദ്ദേഹം? അപ്പം കണ്ണിൽ കൂടെ ആഹരിച്ചതാണ് അദ്ദേഹത്തിന് പറ്റിയ അബദ്ധം. മൂക്ക്, ഇപ്പം നല്ല സ്മെല്ലുള്ള ഒരു ഫുഡിൻ്റെ സ്മെല്ല് കിട്ടിയാൽ നമ്മളാകെ മാറും. അല്ലെ പട്ടിക്ക് ഒരു സ്മെല്ല് കിട്ടിയാൽ. മൂക്ക് എന്ന് വെച്ചാൽ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ ഉള്ള ആഹാരങ്ങളെല്ലാം നിയന്ത്രിക്കണം. നല്ല പാട്ട് കേൾക്കുക, നല്ല സ്വരത്തിലുള്ള ഒരു സംസാരം കേൾക്കുക. ആ സംസാരം മതി ഒരാളെ നശിപ്പിക്കാൻ. ഇപ്പോൾ ഈ വീഡിയോയിലൊക്കെ വരുന്ന, ഇപ്പോൾ നമ്മുടെ ഈ മൊബൈലിലൊക്കെ സംഭവിക്കുന്നതല്ലേ,
മൊബൈലൊക്കെ അങ്ങനല്ലേ സംഭവിക്കുന്നത്. മൊബൈലിലൊക്കെ ഈ കേൾക്കുന്ന സൗണ്ടിൽ കൂടെ കേൾക്കുന്ന മധുരമായ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു സൗണ്ടാണ് ആകെ മറിച്ച് വീട് കുളമാക്കി ആരുടെയെങ്കിലും കൂടെ കയറിപ്പോയി പ്രശ്നങ്ങളൊക്കെ വരുന്നില്ലേ. ഇതെല്ലാം കൂടെ കണക്കാക്കി വേണം നമ്മളൊരു മന്ത്രത്തെ, ഇതൊരു മന്ത്രമാണ് ഞാനീ പറഞ്ഞത്, ഈ ഒരു മന്ത്രത്തെ വിലയിരുത്താൻ. ഇതുപോലെ ഉള്ള മന്ത്രങ്ങൾ എവിടെ ഇരിക്കുന്നു? ഇതുപോലുള്ള മന്ത്രങ്ങൾ എവിടെ ഇരിക്കുന്നു? അപ്പോൾ ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ നിയന്ത്രിക്കണം? ഇവിടെ ഒറ്റ വാക്കാ പറഞ്ഞു, ശുദ്ധവും അങ്ങനെ ആഹാരം ശുദ്ധമാക്കണം എന്ന് പറഞ്ഞപ്പോൾ കണ്ണുകൊണ്ട്, മൂക്കുകൊണ്ട്, ചെവി കൊണ്ട്, നാക്കുകൊണ്ട്, ത്വക്കുകൊണ്ട്. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന്, ഇഷ്ടപ്പെട്ട ഒരാൾ വന്ന് നമ്മളെ ഇങ്ങനെ ത്വക്കിൽ മാത്രമേ വേറെ എങ്ങും നമ്മൾ അറിയുന്നില്ല, പുറവ് വന്നിട്ട് നമ്മുടെ ആകെ കോൺസെൻട്രേഷൻ പോവും. നമുക്ക് നിയന്ത്രിതാതീതമായിട്ട് നമ്മൾ പെരുമാറിക്കളയും. അപ്പോൾ ഈ പറയുന്ന 5 ഇന്ദ്രിയങ്ങളും ലെയും ആഹാരങ്ങൾ ഈ പട്ടിയിൽ ഇറച്ചി കൊടുക്കത്ത പോലെ നിയന്ത്രിക്കണം. കണ്ണിൽ കൂടെയുള്ള ആവശ്യമില്ലാത്ത ദർശനങ്ങളെ ഒഴിവാക്കണം. മൂക്കിൽ കൂടെ ആവശ്യമില്ലാത്ത ഒഴിവാക്കണം. ഇങ്ങനെ ഓരോ ചെവിയിൽ കൂടെ എല്ലാം ഒഴിവാക്കി വരുമ്പോൾ ഒരു മഹാസന്യാസി സാധാരണക്കാരന് പറ്റില്ല, ഒരു വലിയ സന്യാസിക്കേ പറ്റുള്ളൂ. നമ്മൾ ഈ നാട്ടിൽ കണ്ടത് ഒരു സന്യാസിക്കും ഇതൊന്നും പറ്റില്ല. അത് പൊതുസമൂഹത്തിൽ പറ്റത്തില്ല. പൊതുസമൂഹത്തിൽ നിന്ന് മാറി, മറ്റേ മുമ്പേ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പേര് വിശ്വാമിത്രൻ, മാറി നിന്നിട്ട് പോലും എൻ്റെ ആചാര്യനാണ് അദ്ദേഹം, എന്നാൽ പോലും ഞാൻ പറയുകയാണ്, അദ്ദേഹം മാറി നിന്നിട്ട് പോലും, പൊതുസമൂഹത്തിൽ നിന്ന് മാറി നിന്നിട്ട് പോലും അദ്ദേഹത്തിന് കണ്ണിൽ കൂടെയുള്ള ആഹാരം അദ്ദേഹത്തെ ഒരു പരിധിവരെ ഭ്രമിപ്പിച്ചു കളഞ്ഞു. പിന്നെ അതിൽ കുട്ടിയുണ്ടായി. അതൊക്കെ നമുക്കറിയാവുന്ന കഥകളല്ലേ. അപ്പോൾ ആഹാരശുദ്ധം എന്ന് പറയുന്നത് ഈ സാധനയിലെ ഏറ്റവും വലുതാണ്. ഇതൊക്കെയാണ് ശരിക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ സംസ്കൃതത്തിനുള്ള ഒരു പ്രത്യേകത, ഒരു ചെറിയ വാക്കിലായിരിക്കും ഇതെല്ലാം ഒളിപ്പിച്ച് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം മനസ്സിലായാൽ നമ്മൾ കുറേയൊക്കെ രക്ഷപ്പെടും. അപ്പോൾ നമ്മൾ പലതും പറയും, കഴിച്ചുകൊണ്ട് എന്താ കുഴപ്പം? ഇപ്പോൾ കുഴപ്പം ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേ? ഞാൻ കഴിച്ച ആഹാരത്തിൻ്റെ ബാക്കി പട്ടിക്ക് കൊടുത്ത നമ്മുടെ അവരെ കേൾക്കുന്നവരായിരിക്കും. ഞാൻ ചുമ്മാതെ അവരെ കയറി പട്ടരെന്ന് പറയുന്നത് ശരിയല്ല. എന്നാത്തവന് ആ സ്വാമിയുടെ പട്ടിക്ക് കൊടുത്തപ്പോൾ വെറും പൊടിച്ചുപട്ടി അൾസേഷന്, സാധാരണ അൾസേഷൻ അല്ലത്, അപ്പോഴത്തേക്ക് ഒരു കുതിരയുടെ അത്രയും പോയി അതിൻ്റെ പുള്ളിയൊക്കെ പ്രത്യേക രീതിയിലായി. അതിനെ പിന്നെ എന്ത് ചെയ്തെന്നറിയില്ല. പിന്നെ അതിനെ ചങ്ങലക്കിടുകയോ വേണ്ടൊക്കെ ചെയ്യേണ്ടി വന്നു. ചങ്ങലക്കിട്ട് പിന്നെ അത് ആഹാരം കഴിക്കാതെ ചാകുക മറ്റോ ചെയ്ത പട്ടി. അതോടെ പട്ടർക്ക് വിഷമമായി, സ്വാമിക്ക് വിഷമമായി, സ്വാമിക്ക് അസുഖമായി. അങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ തുടക്കം അത് മുതൽ തുടങ്ങി. ഞാൻ പരീക്ഷിച്ചതാണ് ഈ ആഹാരശുദ്ധവും സത്വശുദ്ധവും ധ്രുവാസ്മൃതി സ്മൃതിലബ്ധേ സർവഗ്രന്ഥിയ ഇതുള്ളതാണോ എന്ന് പരീക്ഷിച്ചതാണ്. ഒരെണ്ണേ പരീക്ഷിച്ചുള്ളൂ. രണ്ടാമത്തെ നമുക്കറിയാവുന്ന കഥയാണ് വിശ്വാമിത്രൻ്റെ. മൂന്നാമത്തതും നമുക്കറിയാം, ചെവി കൊണ്ട് കേട്ട് പലതും അറിയാം. അങ്ങനെ ഈ പറയുന്ന 5 ഇന്ദ്രിയങ്ങളെയും നമ്മൾ നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ ജ്ഞാനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ലഭിക്കുന്നതാണ് ജ്ഞാനം. എന്താണ് ജ്ഞാനം? ജ്ഞാനമാണ് മുമ്പേ പറഞ്ഞ ആ ബോധം, അവയർനെസ്. അതാണ് ജ്ഞാനം. അപ്പോഴാണ് അവയർനെസ് തെളിയുന്നത്. എല്ലാവരും ജ്ഞാനം എന്ന് പറയുന്നു. രാമായണത്തിനെ പറ്റിയുള്ള ജ്ഞാനമാണോ, അതോ ഭാഗവതത്തെ പറ്റിയുള്ള ജ്ഞാനമാണോ, അതോ ഗീതയെ പറ്റിയുള്ള ജ്ഞാനമാണോ എന്നാണ് എല്ലാവരും ധരിക്കുന്നത്. അതല്ല, അവയർനെസ്സാണ് ജ്ഞാനം. ആ ബോധം. മുമ്പേ നമ്മൾ പറഞ്ഞ ദൈവം എന്ന് പറയുന്ന ഒരു അവയർനെസ്സിനെ പറ്റി പറഞ്ഞത് ദശാങ്കുല പുരുഷൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് നമ്മുടെ ഉള്ളിൽ തെളിയും. അതാണ് ജ്ഞാനം. പിന്നെ ഒന്നും അറിയേണ്ട കാര്യമില്ല, ഒന്നും അറിയാനും ആഗ്രഹമില്ല. സന്തോഷത്തിൻ്റെ അത്യുച്ച കോടിയിലേക്ക് എടുത്തു ചാടപ്പെടും.